തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറിയതാണ്. ഏകദേശം മംഗലാപുരമൊക്കെ കഴിഞ്ഞ് കൊങ്കൺ പാതയുടെ ഭാഗമായ മനോഹരമായ സ്ഥലങ്ങളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൊങ്കൺ പാതയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മനോഹരമായ കാഴ്ചകളാണ്, പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകളാണ് കാണാൻ കഴിയുക. പ്രത്യേകിച്ച് മഴക്കാലത്തോടടുത്ത സമയമായതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പും ഹരിതാഭയൊക്കെ ഉണ്ട്. ഇതുപോലെയുള്ള തുരങ്കങ്ങൾ ഒരുപാടുണ്ട്. തുരങ്കങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ. പിന്നെ അതുപോലെ തന്നെ മനോഹരമായ ശുദ്ധജലമൊഴുകുന്ന പുഴകൾ. നമ്മുടെ കേരളത്തിൽ പോലും ഇത്ര നല്ല പുഴകളുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അത്രയും ശുദ്ധജലം, നല്ല വൃത്തിയുള്ള പുഴകൾ ഒരുപാട് കാണാൻ കഴിയും. മനോഹരമായ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് അജ്മീറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് മുംബൈയാണ്. പനവേൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് സബർബൻ ട്രെയിൻ പിടിച്ച് മുംബൈ CSTയിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. പുലർച്ചയ്ക്ക് തന്നെ പനവേൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് സബർബൻ ട്രെയിനിൽ 10-90 ആളുകൾ മുംബൈ CSTയിലേക്കാണ്. വലിയൊരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് യാത്ര. പനവേൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സബർബൻ ട്രെയിൻ CSTയിലേക്കുള്ള ട്രെയിൻ കയറാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം മുംബൈയിലെ സബർബൻ ട്രെയിനുകൾ മുംബൈയുടെ ജീവനാടി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളാണ്. ഇത് പ്രഭാതം ഒരു 4 മണി സമയമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ തിരക്കില്ല എന്ന് പറയാം. എന്നാലും അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് ട്രെയിൻ കയറി നോക്കുന്ന സമയത്ത് ഏകദേശം ഫുള്ളാണ്. സീറ്റ് ലഭിക്കാത്ത അത്രയും ആളുകൾ ഈ സമയത്ത് തന്നെ ഉണ്ട്. ബോംബെയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് അത്ഭുതമല്ല. കാരണം 24 മണിക്കൂറും ഉള്ള സജീവമായ റെയിൽവേ സ്റ്റേഷനുകളാണ്. ഇപ്പോൾ എത്തിയിരിക്കുന്നത് CSTയിലാണ്. CST ഒരു പഴയ റെയിൽവേ സ്റ്റേഷനാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് CST എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ 1-2 സിയാറത്തുകളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, ബ്രിട്ടീഷുകാർ പണിത ആ സ്ഥലത്തേക്കും, അതുപോലെ താജ് ഹോട്ടൽ, മുംബൈ ഭീകരാക്രമണത്തിലൂടെയൊക്കെ പ്രശസ്തമായ താജ് ഹോട്ടലൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 1-2 സിയാറത്തുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് CST തന്നെയുള്ള ഒരു മഹാൻ്റെ മക്ബറയാണ്. അവിടെ തന്നെയാണ് സുബ്ഹിയൊക്കെ നിസ്കരിച്ചത്. പിന്നെ അവിടെ നിന്നും വേറൊരു മഹാൻ നമ്മുടെ സേലത്തിൽ നിന്ന് മുംബൈയിലെത്തിയ ഒരു മഹാനാണ്. അദ്ദേഹത്തിൻ്റെ മക്ബറൊക്കെ സിയാറത്ത് ചെയ്ത് ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്ത്, അതായത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഇന്ത്യ ഗേറ്റ് ഡൽഹിയിലുള്ളതല്ല, മുംബൈയിലുള്ള, എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഭീകരാക്രമണമൊക്കെ നടന്ന് വളരെ പ്രശസ്തമായ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിലേക്ക് ഒരു വഴിയേ ഉള്ളൂ. എല്ലാ ചെക്കിങ്ങുകൾക്കും ശേഷമാണ് കടത്തിവിടുന്നത്. ഈ മഴയത്ത് പോലും ധാരാളം ആളുകൾ, 10-11 മണി ആയിട്ടുള്ളൂ. ഈ സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ ഈ സമയത്ത് സന്ദർശിക്കുന്നുണ്ട്. കാലാവസ്ഥ പ്രതികൂലമായിട്ട് പോലും. പിന്നെ മുംബൈ നഗരമായതുകൊണ്ട് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള ആളുകളുണ്ടാവും, എപ്പോഴും സജീവമായിരിക്കും. ആ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അകത്തേക്ക് കടക്കാനുള്ള വഴി അടച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ അറ്റകുറ്റപ്പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയെന്നാണ് തോന്നുന്നത്. പിന്നെ കടലതുപോലെ പ്രക്ഷുബ്ധമായി കിടക്കുന്നുണ്ട്, ചെറിയ ചാറ്റൽ മഴയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് നിന്ന് ഫോട്ടോ എടുക്കലാണ് പ്രധാനപ്പെട്ട ജോലി. എല്ലാവരുടെയും ജോലി അത് തന്നെയാണ്, സെൽഫി എടുക്കുക. അതുപോലെ അവിടെ തന്നെ ഒരുപാട് ക്യാമറാമാൻമാരുണ്ടാവും. അവർ വന്ന് കുറഞ്ഞ പൈസ കൊടുത്താൽ മനോഹരമായ ഫോട്ടോ എടുത്തു തരും. ഫോട്ടോ എടുപ്പ് തന്നെയാണ് മുഖ്യമായിട്ട് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ. പിന്നെ പ്രത്യേകിച്ച് ഇരുന്ന് എൻജോയ് ചെയ്യാനുള്ള അവസരമൊന്നുമില്ല മഴയായതുകൊണ്ട് തന്നെ. ഈ താജ് ഹോട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ടാറ്റ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിൽ തുടങ്ങിയതാണ്. ബ്രിട്ടീഷുകാർ വെള്ളക്കാർക്ക് മാത്രമായിട്ട് ഹോട്ടൽ തുടങ്ങിയപ്പോൾ അതിൽ പ്രവേശിക്കാൻ അനുമതി നിഷേധിച്ചതിൻ്റെ പ്രതിഷേധമായിട്ട് തുടങ്ങിയെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും വളരെ വിലപിടിപ്പുള്ള, ദിവസ വാടക തന്നെ ലക്ഷങ്ങൾ വരെ വാടകയുള്ള റൂമുകളാണ് ഈ ഹോട്ടലിലുള്ളത്. ഇവിടെ അങ്ങനെ അതിക്രമിച്ച് കയറി
നടന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമാണ്. ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് മുംബൈയുടെ ഹൃദയഭാഗമായ നമ്മുടെ ഹാജി അലി ദർഗ, കടലിലെ ബോംബെയിൽ കടലിലെ പള്ളി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഏകദേശമൊക്കെ അറിയാം. ഇന്ത്യയിലെ തന്നെ അജ്മീർ കഴിഞ്ഞാൽ ഏറ്റവും പ്രശസ്തമായ പള്ളി ഇതാണെന്നാണ് പറയുന്നത്. അതായത് ജനങ്ങൾ സന്ദർശിക്കുന്ന കാര്യത്തിൽ ഇവിടെ ഇപ്പോഴും വലിയ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ജനങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അത് ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, എല്ലാ ജാതികളും, അതുപോലെ മുംബൈയിലെത്തുന്ന എല്ലാ ടൂറിസ്റ്റുകളും ഇവിടെ വരും. പക്ഷേ എന്നെ അതിശയിപ്പിച്ച കാര്യം എന്ന് പറയുന്നത് സുരക്ഷയുടെ കാര്യത്തിൽ വളരെ പിന്നിലാണ്. ഇത്രയും വലിയൊരു നഗരത്തിൽ ഇത്രയും പ്രക്ഷുബ്ധമായ കടൽ, തിരമാലകൾ അടിച്ച് വഴിയിലൂടെ തന്നെ, നടക്കുന്ന വഴി തന്നെ തിരമാലകൾ അടിച്ച് നമ്മൾ വീഴാൻ പോകും. അത്രയും ശക്തമായ തിരമാലകളുള്ള ഈ സമയത്ത്, ഇത്രയും തിരക്കുള്ള സമയത്ത് പോയി ഒരു ചെറിയ കൈവരി പോലും ഇവിടെ ഇല്ല. കൈവരി വെച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ചെറിയ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമല്ല. അതുപോലെ തന്നെ ചില സമയത്ത് ഇത് പൂർണ്ണമായിട്ടും വെള്ളം മൂടിപ്പോകുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ സുനാമി വന്ന സമയത്ത് ഇത്രയോ അടി ഉയരത്തിൽ വന്നു, എന്നിട്ടും അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ ഒരു ചരിത്രം എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് മുംബൈയിലെ മാഹിം ദർഗയിൻ്റെ അടുത്താണ്. മാഹിം ദർഗ വളരെ പ്രശസ്തമാണ് എന്ന് മാത്രമല്ല മുംബൈയുടെ എല്ലാ ജാതി മതസ്ഥരും ആദരിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മഹാന്മാരുടെ ഒരു നിയന്ത്രണം, അവരുടെ ഒരു ആത്മീയമായ കഴിവ് നമ്മുടെ മുസ്ലിമീങ്ങൾക്ക് എപ്പോഴും ഒരു ആദരവ് നൽകി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഭീകരാക്രമണം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ, അവർ ഈ മുസ്ലിമീങ്ങളുടെ അവസ്ഥ വളരെ മോശമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ചെക്കിങ്ങൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ തൊപ്പിയും താടിയൊക്കെ കാണുന്ന സമയത്ത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ സുരക്ഷയുടെ ഭാഗമായി ഒരുപാട് കൂടുതൽ പരിശോധന നടത്തുന്നതായി അനുഭവപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് താജ്മഹൽ എത്തിയ സമയത്ത്, ഈ യാത്രയുടെ ഏകദേശം അവസാന സമയത്ത് താജ്മഹൽ പോയിരുന്നു. അവിടെ എത്തിയ സമയത്ത് ഒരുപാട് ചെക്കിങ്ങുകൾ വളരെ മോശമായ രീതിയിലൊക്കെ ഉണ്ടായി. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മളെത്തിയിരിക്കുന്നത് ഗുജറാത്തിൽ അഹമ്മദാബാദിലെ പ്രശസ്തമായ ഒരു പള്ളി, അതായത് അഹമ്മദാബാദ് നഗരം സ്ഥാപിച്ച മഹാനായ അഹമ്മദ് ഷാ ഒന്നാമൻ നിർമ്മിച്ച ഒരു മനോഹരമായ പള്ളി. ഈ പള്ളിയിലാണ് ഞങ്ങൾ സുബഹിക്ക് എത്തിയത്. അഹമ്മദ് ഷാ ഒന്നാമൻ പണ്ഡിതന്മാരുടെ അഭിപ്രായമനുസരിച്ച് ഭരണം നടത്തിയ ഒരു മഹാനാണ്. 1400 കാലഘട്ടങ്ങളിലൊക്കെ ഈ ഇന്ത്യയിൽ തന്നെ ഇത്രയും വലിയൊരു രാജഭരണം മുസ്ലിമീങ്ങളുടേതായിട്ട് ഗുജറാത്തിൽ മുഗളുടെയൊക്കെ മുമ്പ് ഉണ്ടായിരുന്ന ഭരണമാണ്. അതുകൊണ്ട് തന്നെ ആ കാലത്തുള്ള നിർമ്മിതിയാണ്. വളരെ മനോഹരമായ കല്ലുകൊണ്ട് പണിത പള്ളി. ഇതൊരു രാജകീയ പള്ളിയായിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. നമുക്ക് കാണാൻ കഴിയും, പ്രത്യേകമായ രാജാവിനും അതുപോലെ പരിവാരങ്ങൾക്ക് ഇരിക്കാനുള്ള പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഈ പള്ളിയുടെ ചില ഭാഗത്തുണ്ട്. ഇതിൻ്റെ കൊത്തുപണികൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വളരെ മൈന്യൂട്ടായ സ്ഥലങ്ങളിൽ വരെ മനോഹരമായി കൊത്തുപണികൾ നടത്തി. പക്ഷേ ഈ പള്ളി ഇപ്പോൾ പരിപാലിക്കപ്പെടുന്നില്ല എന്നും, കാരണം ഫുള്ള് പൊടിയാണ്. ഇതിൻ്റെ ഉള്ളിൽ സുബഹി നിസ്കാരത്തിന് സമയത്ത് ഞങ്ങൾ എത്തിയതെങ്കിലും പള്ളിയിൽ സുബഹി നിസ്കാരമില്ല. പള്ളിയുടെ പുറത്ത് ചൂട് കാരണം എന്താണെന്നറിയില്ല, ഏകദേശം ഒരു 10-30 ആൾ മാത്രമേ ഉള്ളൂ. ഇത്രയും വലിയൊരു നഗരത്തിൽ ഇത് പള്ളിയുടെ പുറത്തുള്ള ഒരു കാഴ്ചയാണ്. ധാരാളം ഇളനീർ വണ്ടികൾ ഇങ്ങനെ വന്ന് അത് മൊത്തമായും ചില്ലറയായൊക്കെ വിൽക്കുകയാണ്. ഇളനീർ ഭയങ്കര ഒരു ബിസിനസ്സാണെന്ന് തോന്നുന്നു ഇവിടെ. ഇപ്പോൾ ഗുജറാത്തിൻ്റെ അഹമ്മദാബാദിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അഹമ്മദാബാദിൻ്റെ പ്രാന്തപ്രദേശം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഗുജറാത്തിൻ്റെ ആ ഒരു ഭീകരമായ കാലഘട്ടം, 2002 കാലഘട്ടത്തിലൊക്കെ നടന്ന വളരെ ഭീകരമായ വംശഹത്യ എന്ന് തന്നെ പറയപ്പെടാൻ പറ്റുന്ന കലാപങ്ങളൊക്കെ നടന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ട്, അതുപോലെ ഒരുപാട് കുട്ടികളും സ്ത്രീകളും ഒക്കെ ബലാത്സംഗത്തിനിരയായി നമ്മൾ ഭീകരമായ ഒരുപാട് കാര്യങ്ങൾ കണ്ട സ്ഥലങ്ങളാണ്. ഈ ഭാഗത്തൊക്കെ അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിച്ച ജനങ്ങളൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ശാന്തമായിട്ട് ഇരിക്കുന്നുണ്ട് എങ്കിലും ഏതു സമയവും ഒരു വർഗീയ കലാപം നടക്കാവുന്ന രൂപത്തിലുള്ള ഒരു ഭരണകൂടമാണല്ലോ ഇപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഗുജറാത്ത്. എന്നിരുന്നാലും മനോഹരമായ പള്ളികൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെയുള്ള ആളുകൾ വളരെ ബഹുമാനത്തോടെ, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ വളരെ ശക്തരാണ്. അതിന് പുറമെ
മുസ്ലിമീങ്ങളായ ആളുകളും ആദരിക്കുന്ന സ്ഥലങ്ങളാണ്. ഗുജറാത്തിൽ തന്നെ ഞങ്ങൾ പോയ ചില സ്ഥലങ്ങളിലൊക്കെ മുസ്ലിമീങ്ങളും വളരെ ബഹുമാനത്തോടെ പള്ളിയിൽ മക്കാമുകളിലൊക്കെ വരുന്നത് കാണാൻ കഴിഞ്ഞു. ഇത് നമ്മുടെ കുത്തുബുൽ ആലം അതുപോലെ പ്രവാചക സ്നേഹത്തിൻ്റെ ഒരുപാട് കഥകൾ പറയുന്ന ദർഗകളാണ്. ഇതൊക്കെ 1400 കാലഘട്ടങ്ങളിൽ സുൽത്താൻ അഹമ്മദ് ഷായുടെ കാലഘട്ടങ്ങളിലൊക്കെ ഉള്ള മഹാന്മാരും അവരുടെ മക്ബറകളും പള്ളികളുമാണ്. എന്നിട്ടും ഇന്നും നശിച്ചു പോയിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ വളരെ അത്ഭുതമാണ്. കാരണം ഒരുപാട് മാറ്റങ്ങൾ രാജ്യത്ത് നടന്നെങ്കിലും ഈ നിർമ്മിതികളൊന്നും നശിച്ചു പോയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിനെല്ലാവരും ആദരിച്ചിരുന്നു, മുസ്ലിങ്ങളടക്കം ആദരിച്ചിരുന്നു. അതുപോലെ തന്നെ കല്ലുകൊണ്ട് നിർമ്മിച്ച നിർമ്മിതികളാണ്. ഒരാൾ ഇതിനെ നശിപ്പിക്കാൻ നോക്കിയാൽ തന്നെ അതിന് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പണ്ട് കാലത്തൊക്കെ നശിപ്പിക്കാൻ പറഞ്ഞാൽ പ്രയാസമുള്ള, അതുകൊണ്ട് തന്നെ നശിപ്പിക്കപ്പെടാതെ ഇപ്പോഴും ഒരുപാട് ദർഗകളും പള്ളികളും ഗുജറാത്തിൽ അങ്ങോളം ഒരുപാടുണ്ടെന്ന് പറയപ്പെടുന്നത്. ഞങ്ങൾ ഏകദേശം അഹമ്മദാബാദ് നഗരത്തിൽ തന്നെയുള്ള ചില മക്ബറകളും പള്ളികളും കാണുന്നത്. ഗുജറാത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള പള്ളികളൊക്കെ ഉണ്ട്. ഈ അഹമ്മദാബാദിൽ അതിനല്ല, ഗുജറാത്തിൽ തന്നെയുള്ള ഒരു ഏറ്റവും നല്ല മനോഹരമായ മസാർ എന്ന് പറയുന്നത് സർക്കേജി റോസ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സാണ്. പള്ളിയും മസാറുകളൊക്കെ ഉള്ള രാജാക്കന്മാരും അതുപോലെ സൂഫികളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്ന പള്ളി. ഇതുപോലെ ഇപ്പോൾ കാണുന്നത് കുത്തുബുൽ ആലം എന്നറിയപ്പെടുന്ന വലിയൊരു ദർഗയാണ്. പിന്നീട് ഞങ്ങൾ പോയത് സർക്കേജി റോസ, അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില കൊത്തുപണികൾ കാണാൻ കഴിയും. അവിടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിൻ്റെ പ്രദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചതുപോലെ വലിയ വികസനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ വികസനങ്ങൾ ചില ഭാഗങ്ങളിലുണ്ട്. അതായത് അത് എടുത്തു കാണിച്ച് വളരെ പൊലിപ്പിച്ച് കാണിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഗുജറാത്തിൽ വരികയാണെങ്കിൽ ഗുജറാത്തിൻ്റെ പ്രദേശങ്ങളിൽ ഒരുപാട് പാവങ്ങളിങ്ങനെ ഭിക്ഷയാഴ്ച മറ്റും നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കേരളത്തിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്, അതുപോലെ തന്നെ ഗുജറാത്തിലുണ്ട് എന്ന് പറയാം. ഇത്രയും ഒരു വ്യവസായങ്ങളും മറ്റുള്ള ഇതിൻ്റെ ഗുണഫലങ്ങൾ പാവങ്ങളിലേക്ക് എത്തിയിട്ടില്ല, സാധാരണക്കാരിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് മുസ്ലിം ഏരിയകളിൽ വികസനം തൊട്ട് തീണ്ടിയിട്ടില്ല. അങ്ങനത്തെ ഏരിയകളിലാണ് നമ്മൾ കൂടുതലും പോകുന്നത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കാണുന്നത്. എന്തിനായാലും ചില മേൽപ്പാലങ്ങൾ, അതുപോലെ പ്രതിമകൾ, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ അടിസ്ഥാന വികസനത്തിൻ്റെ അതായത് ജനങ്ങളുടെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന കാര്യത്തിലൊന്നും വലിയ വികസനം ഉണ്ടെന്ന് അവകാശപ്പെടാൻ കഴിയില്ല. ഇപ്പോൾ ഗുജറാത്തിൻ്റെ ഭാഗങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇതൊക്കെ അഹമ്മദാബാദിൻ്റെ പ്രദേശങ്ങൾ തന്നെയാണ്. ഗുജറാത്തിൻ്റെ തലസ്ഥാനമായ അഹമ്മദാബാദിലുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. നല്ല പള്ളികളും മദ്രസകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഗുജറാത്തിലും എല്ലാ സ്ഥലത്തും, ഇന്ത്യയുടെ എല്ലാ സ്ഥലത്തും അതുപോലെ പള്ളികളും മദ്രസയൊക്കെ ഉണ്ട്. ബാങ്ക് വിളി മറ്റു കാര്യങ്ങളൊക്കെ ഏത് സ്ഥലത്ത് പോയാലും കേൾക്കാൻ കഴിയും. അതൊന്നും ഇന്ത്യയിൽ ഗുജറാത്തിലടക്കം അതിനൊന്നും തടസ്സമില്ല. പക്ഷേ വികസനത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞത് വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ഇതൊക്കെ അഹമ്മദാബാദിൻ്റെ വഴിയോര കാഴ്ചകളാണ്. നമ്മൾ കേരളത്തിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചകളുണ്ട്, സമാനമായ കാഴ്ചകളുമുണ്ട്. അറബിക്കടലിനോട് ചേർന്ന പ്രദേശങ്ങളായതുകൊണ്ട് ചില കാലാവസ്ഥയിലൊക്കെ സാമ്യതയുണ്ട്. എന്നാലും ഈ സമയത്ത്, ഞങ്ങൾ പോയ സമയത്ത് കേരളത്തിൽ മൺസൂൺ കാലമാണെങ്കിൽ ഇവിടെ അങ്ങനെ മഴ തുടങ്ങിയിട്ടില്ല. നല്ല ചൂടുള്ള സമയമാണ് ഇപ്പോഴും. കഠിനമായ ചൂടാണ്. ഇവിടെ നിന്ന് മേൽപോട്ട് ഇങ്ങനെ ഡൽഹി, അജ്മീർ ആ ഭാഗത്ത് അതിലേറെ ചൂടാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഓരോരോ ജംഗ്ഷനുകൾ ഇങ്ങനെ താണ്ടി വഴിയോരത്തൊക്കെ ഒരുപാട് ആളുകളെ കാണാം. മുസ്ലിം ഏരിയകളാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയകളൊക്കെ. സിയാറത്തും മറ്റും ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള കാഴ്ചകളാണ് അധികവും നമ്മുടെ യാത്രയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മഹാന്മാരുടെ അടുത്ത് പോവുക, അവരുടെ പൊരുത്തം നേടുക എന്നുള്ള
ഒരു സിയാറത്ത് യാത്രയുടെ ഉദ്ദേശം അതാണല്ലോ. റോഡ് സൈഡ് തന്നെ ഇതേപോലെയുള്ള പള്ളികളൊക്കെ കാണാം. അതൊന്നും ഒരു തടസ്സവും ഇവിടെ ഇല്ല. എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് അഹമ്മദാബാദ് നഗരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൂടുതലും എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് തന്നെയാണ്. മറ്റുള്ള ഗുജറാത്തിൻ്റെ പ്രദേശങ്ങളിൽ അങ്ങനെ തന്നെ ആവും. നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഇത് വികസനത്തിൻ്റെ ഭാഗമായി ശുദ്ധീകരിച്ച സബർമതി പുഴയാണ്. സബർമതി പുഴ എല്ലാവർക്കും അറിയാം, മലിനമായി കടന്നിരുന്ന പുഴ ഇപ്പോൾ ശുദ്ധീകരിച്ച് ഇതൊരു നല്ല ഒരു കാഴ്ചയാണ്, പറയാതിരിക്കാനാവില്ല. കാരണം നമ്മുടെ വാട്ടർ ബോഡി നല്ല രൂപത്തിൽ സംരക്ഷിക്കേണ്ടത് ഏതൊരു ഗവൺമെൻറ്റിൻ്റെയും ഒരു മുഖമുദ്രയായി മാറണം. അതിൻ്റെ ഒരു മാതൃകയാണ് ഈ കാണുന്നത്. ഇതുപോലെ എല്ലാ പുഴകളും എല്ലാ ജലസംഭരണികളൊക്കെ കേരളത്തിൽ പ്രത്യേകിച്ചും നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ അത് ഒരുപാട് ടൂറിസ്റ്റുകൾ അട്രാക്റ്റ് ചെയ്യുന്ന സംഭവം കൂടി ആവും. കേരളത്തിൽ പ്രത്യേകിച്ച് ജലാശയങ്ങളുമനുബന്ധിച്ചിട്ടുള്ള ടൂറിസം വികസനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്നുകൂടി വൃത്തിയോടെ സംരക്ഷിക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. ഇവിടെ സബർമതി നദി വളരെ മനോഹരമായിട്ട് തന്നെ സംരക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരുപാട് ഫ്ലാറ്റ് സംസ്കാരത്തിലേക്ക് ഗുജറാത്ത് മാറിയിട്ടുണ്ട്. ചെറിയ ചേരികളൊക്കെ ഒഴിവാക്കി ഫ്ലാറ്റുകളിലേക്ക് മാറിയിട്ടുണ്ട്. ഇങ്ങനെ ഞങ്ങൾ വന്ന് ഗുജറാത്തിലെ ഏറ്റവും വലിയ മക്കാം കോംപ്ലക്സ് മസാർ സർക്കേസി റോസ എന്ന് പറയുന്ന മനോഹരമായ പള്ളികളും അതുപോലെ മക്കബറകളും മക്കാമുകളൊക്കെ ഉള്ളൊരു കോംപ്ലക്സാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പള്ളിയുടെ അർദ്ധവൃത്ത ആകാരത്തിൽ ഒരു വലിയൊരു കുളം, ജലാശയം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ജലാശയം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വെള്ളം വറ്റിയ സമയമാണ്. വെള്ളം വറ്റിയതാണോ എന്താണെന്നറിയില്ല, തീരെ വെള്ളമില്ല. എങ്കിലും ഈ പള്ളിയുടെ ഒരു മെയിൻ ഘടകമായിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ജലാശയം എന്ന് പറയുന്നത്. അവിടേക്കാണ് അങ്ങനെ പ്രവേശിച്ചത്. ഇതൊക്കെ വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും വളരെ കൃത്യമായി പരിപാലനം നടക്കുന്നില്ല. ഇത്രയും വലിയൊരു മോണുമെൻറ്റ് സംരക്ഷിക്കാൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിലല്ലെന്ന് തോന്നുന്നു. ഇത് അവിടുത്തെ പ്രാദേശികമായ കമ്മിറ്റിയുടെ കയ്യിലായിരിക്കും. ഗവൺമെൻറ് കയ്യിൽ ആണെങ്കിൽ പ്രത്യേകം ടിക്കറ്റൊക്കെ എടുത്ത് കയറേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ ഇവിടെ നിസ്കാരവും മറ്റു കാര്യങ്ങളൊന്നും നിർവഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടായിരിക്കും ഗവൺമെൻറ്റിന് വിട്ടുകൊടുക്കാത്തത്. ഇതുമൊരു രാജകീയ പള്ളി തന്നെയാണ്. പക്ഷേ ഇവിടെ കരിങ്കൽ കല്ലുകളാണെങ്കിലും അതിലൊക്കെ വെള്ള പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നല്ലതാണോ എന്നറിയില്ല, എങ്കിലും ഒരു വൃത്തി അല്പമുണ്ട്. മറ്റാദ്യം പോയ അഹമ്മദ് ഷാ മസ്ജിദിനേക്കാൾ ഒരു വൃത്തി ഇവിടെ ഉണ്ട്. ഇവിടെ നിസ്കാരവും ജുമായും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ നിസ്കാരത്തിനും ഞങ്ങൾ ഏകദേശം ളുഹറിൻ്റെ സമയത്താണ് എത്തിയതെങ്കിലും വലിയ ജനത്തിരക്കൊന്നും കണ്ടില്ല. നിസ്കരിക്കാൻ ഞങ്ങളും കുറച്ച് ആളുകൾ തന്നെ ഉള്ളൂ. ടൂറിസ്റ്റുകളായി വന്ന ആളുകളാണ് കൂടുതലുള്ളത്. ഈ പള്ളിയുടെ ചരിത്രങ്ങളൊക്കെ നമുക്ക് ഗൂഗിൾ നോക്കി സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും. ഈ മക്കുബറ ഈ പള്ളിയുടെ അടുത്ത് തന്നെ ഈ പള്ളി പണിത രാജാവിൻ്റെയും രാജ്ഞിയുടെയൊക്കെ ഖബറുണ്ട്. അവരാദരിച്ചിരുന്ന മഹാൻ്റെ ഖബറും ഇവിടെ തന്നെ ഉണ്ട്. ഞങ്ങളങ്ങനെ അജ്മീർ എത്തി സിയാറത്ത് ചെയ്ത് അവിടെ നിന്ന് അനാസാഗർ തടാകം എല്ലാവർക്കും അറിയാം. അജ്മീർ ഖാജ കറാമത്ത് കാണിച്ചൊരു തടാകമാണ്. പൃഥ്വിരാജിൻ്റെ പിതാവുണ്ടാക്കിയ തടാകം. അങ്ങനെ അവിടെ നിന്നൊക്കെ വന്ന് ഇപ്പം എത്തിയിരിക്കുന്നത് ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽപ്പെട്ട ഒരത്ഭുതമാണ് താജ്മഹൽ. ആ താജ്മഹൽ കോംപ്ലക്സിൻ്റെ അകത്തേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ താജ്മഹലിലേക്ക് കയറുന്ന സമയത്ത് ഒരു ചെക്കിങ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു കമ്മീസും തൊപ്പിയാണ് ഇട്ടത്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ളൊരു ചെറിയൊരു ബാഗ്, ഒന്നുമില്ല, അതിൽ ഒരു ചെറിയ തുണി, തലയിൽ കെട്ട് ഒരു തുണി മാത്രം ഉണ്ടായിരുന്നുള്ളൂ.
അതെടുത്ത് നോക്കി ചെക്ക് ചെയ്ത് ഒരുപാട് നേരം അവിടെ നിർത്തിച്ചു. എൻ്റെ ആധാറൊക്കെ ചോദിച്ചു. ആധാർ എല്ലാവരെയും ചോദിക്കുന്നതാണ്, പക്ഷേ ഒരു റോങ്ങായ നിലയിലാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അത് സുരക്ഷയുടെ ഭാഗമായിട്ടായിരിക്കാം എന്ന് പറഞ്ഞ് സമാധാനിക്കാം. താജ്മഹൽ നമ്മുടെ കൺമുന്നിലേക്ക് ഇങ്ങനെ വന്ന് ഒരുപാട് ജനങ്ങളുണ്ട്. ഈ സമയം എന്ന് പറഞ്ഞാൽ കടുത്ത ചൂടുള്ള സമയമാണ്. ഏകദേശം ഉച്ചയ്ക്ക് 2 മണി സമയത്തൊക്കെ അവിടെ പോയത്. അപ്പോൾ തന്നെ ഇത്രയും ജനങ്ങളുണ്ടെങ്കിൽ പറയാനില്ലല്ലോ എത്ര ആളുകളാണ് 50 രൂപ ടിക്കറ്റ് എടുത്തിലേക്ക് കയറുന്നത്. അത് ലോക്കലായ ആളുകൾക്കാണ് 50 രൂപ, പുറത്തുള്ള വിദേശികൾക്കാണെങ്കിൽ വലിയ തുകയാണ് ഈടാക്കുന്നത്. ഇത്രയും തുകകൾ ഈടാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള സംരക്ഷണം ഇതിന് നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാം. കാരണം അത്ര വൃത്തികേടൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഇത് ഗവൺമെൻറ്റിൻ്റെ വകയിലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തുള്ള ഒരു പള്ളിയുണ്ട്. അതിലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ സുന്നത്ത് നിസ്കരിക്കാനോ മറ്റൊന്നും അനുവാദമില്ല. അതവർ പ്രത്യേകം പറയുകയും ചെയ്യും. കയറുന്ന സമയത്ത് തന്നെ നിസ്കരിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, നമ്മുടെ കയ്യിൽ വല്ല ഏടോ അതുക്കാറുകളുടെ ഏടോ മറ്റോ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ മേടിച്ച് വെക്കും. ഒരുപക്ഷെ അതൊക്കെ കയ്യിൽ വെച്ച് വന്നാൽ നമുക്ക് ഈ താജ്മഹൽ കാണാതെ തിരിച്ചു പോകേണ്ട അവസ്ഥ പോലും വരും. അപ്പോൾ താജ്മഹൽ വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കയ്യിലൊരു ബാഗ് ഒന്നുമില്ലാതെ ഫ്രീ ആയിട്ട് വേണം വരാൻ. അതുപോലെ ആധാർ കാർഡ് കയ്യിൽ പിടിക്കുക, സൂക്ഷിക്കേണ്ട കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളാകുമ്പോൾ മുസ്ലിമീങ്ങൾ എന്നല്ല, അവർക്ക് സംശയം തോന്നുന്ന ആരെ കണ്ടാൽ അവർ ചിലപ്പോൾ തിരിച്ചയക്കാൻ വരെ സാധ്യതയുണ്ട്. നമ്മൾ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കാണാതെ പോകുന്ന പറഞ്ഞാൽ വിഷമല്ലേ. എനിക്ക് കാണാൻ പറ്റാതെ പോകേണ്ടി വരുമെന്ന് തോന്നി അവരുടെ പെരുമാറ്റമൊക്കെ കണ്ടപ്പോഴേ. പട്ടാളക്കാരെല്ലാവരും അല്ല, അതിലൊരു മുതിർന്ന ആൾ, മറ്റ് 2 ആളുകൾ വളരെ ചിരിച്ചിട്ട് തന്നെയാണ് സംസാരിച്ചത്. അല്ലാന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ മനസ്സിൽ ഉത്തർപ്രദേശിൻ്റെ ഒരു ഭീകരമുഖമൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഭീകരമുഖമൊന്നും ഇവിടെ വന്നാൽ കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് സാധാരണ ജനങ്ങൾ വളരെ ഫ്രണ്ട്ലി ആയ ആളുകളാണ് ഉത്തർപ്രദേശ്, ആഗ്രയിലെ ആളുകൾ പ്രത്യേകിച്ചും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല സഹകരണമുള്ള ആളുകൾ തന്നെയാണ്. അവർ രാഷ്ട്രീയമായിട്ട് ഒരു വർഗീയ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു എന്നതൊഴിച്ചാൽ മാനസികമായി മുസ്ലിമീങ്ങളോട് അത്ര ഉറപ്പുള്ള ആളുകളൊന്നുമല്ല ഈ സാധാരണക്കാരെ ഞാൻ പറയുന്നത്. മറ്റു ഉദ്യോഗസ്ഥ തലങ്ങളിലും സർക്കാർ തലങ്ങളിലൊക്കെയുള്ള ആളുകൾ ചിലപ്പോൾ വളരെ റോങ്ങായി പെരുമാറുന്നുണ്ടാവാം. അതൊക്കെ രാഷ്ട്രീയമാണ്. ഇപ്പോൾ മനോഹരമായ താജ്മഹലിൻ്റെ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. താജ്മഹലിനെ കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല, ചെറിയ മക്കൾക്ക് വരെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഷാജഹാൻ ചക്രവർത്തി പ്രണയത്തിൻ്റെ ഒരു സിംബലായി നിർമ്മിച്ച ഒരു കുടീരമാണ്. തൻ്റെ ഭാര്യ മുംതാസ് മഹൽ അകാലത്തിൽ മരണപ്പെട്ടപ്പോൾ അതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടി എന്നോണം മുംതാസിന് അനശ്വരമായ ഒരു മഹാനിർമ്മിതി മുംതാസ് മഹൽ എന്ന പേരിൽ, താജ്മഹൽ എന്ന പേരിൽ ഇവിടെ നിർമ്മിക്കുകയുണ്ടായത്. താജ്മഹൽ ലോകാത്ഭുതങ്ങളിൽപ്പെട്ട ഒരു അത്ഭുതമാണ്. ലോകത്തെ ഏറ്റവും മനോഹരമായ ബിൽഡിങ് ഇതാണ്. ഇതിൻ്റെ കാഴ്ചകൾ ഈ മരത്തിൻ്റെ ഇടയിലൊക്കെ കാണുമ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ചകൾ തന്നെയാണ്. പക്ഷെ ഭയങ്കര ചൂടും മറ്റും ആയതുകൊണ്ട്, അതുപോലെ തന്നെ ഗ്രൂപ്പിൻ്റെ കൂടെയുള്ള സിയാറത്തായതുകൊണ്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കാഴ്ചകളൊക്കെ മതിയാക്കി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആഗ്ര ഫോർട്ടിലാണ്. അക്ബർ ചക്രവർത്തിയും മറ്റുള്ള മുഗൾ ചക്രവർത്തിമാരും ഭരണചക്രം തിരിച്ച, ഇന്ത്യയുടെ ഭരണം തിരിച്ച ആഗ്ര ഫോർട്ട് അതിൻ്റെ പകുതി ഭാഗം, അതായത് 1/4 ഭാഗം മാത്രമേ ഇപ്പോൾ ഇവിടെ പ്രവർത്തനമുള്ളൂ. ബാക്കിയൊക്കെ പട്ടാള ബാരക്കും മറ്റുമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ആഗ്ര കോട്ട കാണാൻ സാധിക്കുന്നില്ല. ഈ ആഗ്ര കോട്ട ഇത്രയും മനോഹരമാക്കിയത് നമ്മുടെ ഷാജഹാൻ ചക്രവർത്തിയുടെ കാലത്ത് തന്നെയാണ്. പ്രത്യേകിച്ച് വെണ്ണക്കല്ല് കൊണ്ടുള്ള നിർമ്മിതിയൊക്കെ ഷാജഹാൻ്റെ കാലത്താണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ റെഡ് സാൻഡോൺ കൊണ്ട്, അതുപോലെ ഈ ചുവപ്പ് കല്ലുകൊണ്ട് നിർമ്മിച്ച നിർമ്മിതിയൊക്കെ അക്ബറിൻ്റെ കാലത്തും മറ്റൊക്കെ ഉള്ളത് തന്നെയാണ്. ഈ കാണുന്ന ഈ രാജകീയ സദസ്സ്
ഇത് പൊതുജനങ്ങൾക്ക് അവരുടെ പരാതികളൊക്കെ പറയാൻ വേണ്ടി ഷാജഹാൻ്റെ കാലത്ത് നിർമ്മിച്ച ഒരു നിർമ്മിതിയാണ് ഈ കാണുന്ന ഈ വണ്ണക്കല്ല് കൊണ്ട് നിർമ്മിച്ച ഈ സ്ഥലം. ഇവിടെ വന്ന് പൊതുജനങ്ങൾക്ക് അവരുടെ പരാതികളൊക്കെ പറയാൻ പറ്റും. രാജാവ് ഇതിൻ്റെ നടുഭാഗത്തുള്ള ഒരു സ്ഥലത്ത് രാജാവിന് ഇരിക്കാൻ പ്രത്യേക ഇരിപ്പിടമൊക്കെ ഉണ്ട്. ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് പൊതുജനങ്ങളുടെ പരാതികളൊക്കെ തീർത്തിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അന്ന് കാലത്ത് തന്നെ ജനങ്ങൾക്ക് നേരിട്ട് ഭരണാധികാരികളൊക്കെ കണ്ട് അവരുടെ വിഷയങ്ങളൊക്കെ പരിഹരിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നതാണ് അന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദീവാനെ ആം, പൊതുജനങ്ങൾക്കുള്ള ദീവാൻ എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ രാജാവിൻ്റെ രാജകീയമായ പല കൊട്ടാരക്കെട്ടുകളും അന്ന് കാലത്ത് പൊതുജനങ്ങൾക്ക് നോക്കാൻ, അതിനകത്തേക്ക് കടക്കാൻ പ്രത്യേകമായ പെർമിഷൻ ആവശ്യമുള്ള രാജാവിൻ്റെ കിടപ്പ് മുറികളിലേക്ക് വരെ ഇന്ന് ആളുകൾ ഒരു ഭയവും കൂടാതെ കടന്നു ചെല്ലുകയാണ്. അപ്പോൾ കാലത്തിൻ്റെ മാറ്റം, ഒരു കാലഘട്ടം കഴിഞ്ഞാൽ അവർ നിർമ്മിച്ച രാജാവിൻ്റെ നിർമ്മിതിയായാലും അതൊക്കെ കാലഹരണം. ഇതൊരു പള്ളിയാണ്, ചെറിയ അവരുടെ കുടുംബങ്ങൾക്ക് നിസ്കരിക്കാനുള്ള ഒരു പള്ളി, മനോഹരമായ വെണ്ണക്കൽ നിർമ്മിതി. ഇതിനൊക്കെ ഒരുപാട് പ്രത്യേകതകളൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ പറയാനുള്ള സമയമില്ല, കാണാനുള്ള സമയമില്ല. ഇത് കൊട്ടാരക്കെട്ടിൻ്റെ ഉള്ളിൽ തന്നെയുള്ള സ്ഥലങ്ങളാണിതൊക്കെ. ഇതിനകത്ത് കൂടി ഷാജഹാൻ്റെ ചക്രവർത്തിയുടെ രാജ്ഞിമാരും പട്ടാളക്കാരൊക്കെ നടന്ന ആ കാലഘട്ടം മനസ്സിൽ ഓർമ്മിച്ച് കൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്കിത് വളരെ രസകരമായി ചിന്തിച്ച് നടക്കാൻ കഴിയും. വേറെ പ്രത്യേകിച്ചൊരു കാഴ്ച മാത്രമാണെങ്കിൽ ഒന്നും കാണാനില്ല. ഈ നിർമ്മിതിയുടെ മനോഹാരിതയല്ലാതെ മറ്റൊരു അനുഭവം ഇവിടെ ഇല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിനൊരു കൂടുതൽ സംരക്ഷണമൊന്നും ഗവൺമെൻറ് ഭാഗത്തു നിന്ന് കൊടുക്കുന്നില്ല എന്നും. താജ്മഹലിനെ പോലെ തന്നെ യമുനയുടെ തീരത്താണിത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ താജ്മഹൽ കാണാൻ കഴിയും. അവസാന കാലഘട്ടത്തിൽ ഔറംഗസീബ് ചക്രവർത്തി ഷാജഹാനെ തോൽപ്പിച്ച് തടവിലാക്കിയിട്ട സ്ഥലം ഈ ഭാഗത്താണ്. ഇവിടെ ഒരു മുറിയിൽ മനോഹരമായ താജ്മഹൽ കണ്ടുകൊണ്ടാണ് അവസാന കാലഘട്ടം നമ്മുടെ ഷാജഹാൻ ചക്രവർത്തി ചെലവഴിച്ചത്. വെണ്ണക്കല്ലിൻ്റെ ഒരു ലോകം തന്നെയാണ് ആഗ്ര ഫോർട്ട് എന്ന് പറഞ്ഞാൽ. ഈ മുറികളൊക്കെ അന്ന് രാജകീയമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന റൂമുകളാണ്. അതിലൂടെയാണ് ഒരു കുസലുമില്ലാതെ ആളുകളൊക്കെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു ഭാഗത്ത് നോക്കിയാൽ താജ്മഹൽ വ്യക്തമായി കാണാൻ കഴിയും. അങ്ങ് ദൂരെ ഒരു ഇന്ത്യക്കൊക്കെ നിർമ്മാണത്തിലുള്ള പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അതൊക്കെ നമുക്ക് മറ്റു മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഒരു ചെറിയൊരു ഓട്ടപ്രദക്ഷിണം മാത്രമേ ഇവിടെ നടക്കുള്ളൂ. കൂടുതൽ സമയം ഇവിടെ നിൽക്കാനും കഴിയില്ല. അതുപോലെ ഇതിൻ്റെ ചരിത്രങ്ങളും മറ്റൊന്നും പറഞ്ഞു തരാനുള്ള നമ്മൾ ആളുകളെ എടുത്തിട്ടില്ല. ഇതൊക്കെ അന്തഃപുരങ്ങളാണ് അന്ന് കാലത്ത് അവർ ജീവിച്ചിരുന്ന. ഇതിനൊക്കെ മനോഹരമായ വിളക്കുകളും അതുപോലെ അലങ്കാരപ്പണികളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നിരിക്കാം. അത് കാലത്തിൻ്റെ അതിൽ ഒരുപാട് ചക്രങ്ങൾ മാറി വരുമ്പോൾ അതൊക്കെ കൈമാറ്റം ചെയ്യപ്പെടുകയും ഇവിടെ നിന്ന് കടത്തപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിലോരോ നിർമ്മാണത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എത്ര ജോലിക്കാരിതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടാവുന്നു. അങ്ങനെ അതൊക്കെ ചെറിയ രൂപത്തിൽ കണ്ട് ആഗ്ര ഫോർട്ടിൽ നിന്ന് തിരിച്ച്
വരികയാണ്. ഈ കാണുന്ന ഓരോ നിർമ്മിതികൾക്ക് പിന്നിലും ഒരുപാട് കഥകളുണ്ടാവും. അതുപോലെ അതിനൊക്കെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടത് തന്നെയാവും അന്ന്. ഇത് നമ്മൾ മുമ്പ് കണ്ട ആ ദീവാനെ ആമ് അതിൻ്റെ ഭാഗങ്ങളാണ്. അതൊരു വലിയൊരു നടുമുറ്റം ആയി ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഇതിനകത്ത് വലിയൊരു പള്ളിയുണ്ട്, പക്ഷെ അങ്ങോട്ടൊന്നും പ്രവേശനമില്ല, പൊതുജനങ്ങൾക്കാർക്കും പ്രവേശനമില്ല. ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ പട്ടാളത്തിൻ്റെ കേന്ദ്രമായിട്ടും ഇവിടെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ചു. ഡൽഹിയുടെ വീഥികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് മനോഹരമായ വൃത്തിയുള്ള തെരുവുകളാണ് ഡൽഹിക്ക്. ഇന്ത്യയുടെ തലസ്ഥാനമാണല്ലോ. അതിനനുസരിച്ചിട്ടുള്ള പ്രൗഢിയിലും വൃത്തിയിലും തന്നെയാണ് ഡൽഹിയുടെ രാജവീഥികളൊക്കെ ഉള്ളത്. ഒരുപാട് തിരക്കുകളൊന്നും അനുഭവപ്പെടാത്ത, ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിക്കുന്ന ഒരു നഗരം ഡൽഹിയാണ്. ഡൽഹിയുടെ എല്ലാ ഭാഗവുമല്ല, പ്രത്യേക ഈ രാജവീഥികൾ എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങൾ ഇന്നും എന്നെ ആകർഷിക്കുന്ന ഒരു നഗരമാണ് ഡൽഹി. അതിൻ്റെ കാരണം ഇവിടെയൊക്കെ ഈ റോഡ് സൈഡിൽ കാണുന്ന ഈ പച്ചപ്പ് തന്നെയാണ്. ഒരു ചെറിയൊരു കാട്ടിലൂടെ സഞ്ചരിക്കുന്ന ഫീലിംഗാണ്. അതിൻ്റെ പുറകുവശത്ത് ആധുനികമായ ഒരുപാട് നിർമ്മിതികളും കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യയുടെ എല്ലാത്തിൻ്റെയും ആസ്ഥാനം ഡൽഹിയാണല്ലോ. അപ്പോൾ അതിൻ്റേതായ എല്ലാ നിർമ്മിതികളും ഇവിടെ ഉണ്ടാവും. പക്ഷെ നമുക്ക് റോട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കാടിനുള്ളിലൂടെ സഞ്ചരിക്കുന്ന ഫീലാണ്. ഈ മരങ്ങളും മറ്റുമായി തണലൊക്കെയായി. കടുത്ത ചൂടുള്ള സമയമാണെങ്കിലും ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കുളിർമയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് വ്യക്തമായി പരിപാലിച്ച് എടുക്കുന്നതാണ്. ഇത് കോൺഗ്രസിൻ്റെ കേന്ദ്രം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഓഫീസാണ് ഇപ്പോൾ കണ്ടത്. ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ ഡൽഹിയിലുണ്ട്. ഡൽഹിയിൽ ഞങ്ങൾ സിയാറത്ത് ചെയ്തത് നിസാമുദ്ദീൻ ഔലിയ, ബഖ്തിയാർ കാക്കി ദഹ്ലവി തുടങ്ങിയ മഹാന്മാരെയും അതുപോലെ ഡൽഹി ജുമാ മസ്ജിദൊക്കെയാണ് പ്രധാനമായി സിയാറത്ത് ചെയ്തത്. ഡൽഹി ജുമാ മസ്ജിദിൽ നിന്ന് പിരിയുകയാണ്. അവസാനമായി ഡൽഹി ജുമാ മസ്ജിദിലെ ആസാറുകൾ കണ്ട് മഹബത്തിൻ്റെ പ്രാർത്ഥനകളും നഷീദകളും ചൊല്ലിയിട്ടാണ് ഡൽഹി ജുമാ മസ്ജിദിൽ നിന്ന് പിരിഞ്ഞത്. പിന്നെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ അവിടെ ഒരു ഷോപ്പിങ്ങിന് സമയം കിട്ടി. അത്രമാത്രമേ ഡൽഹിയിൽ ചിലവഴിച്ചിട്ടുള്ളൂ. രാവിലെ വന്നതാണ്, എങ്കിലും ഗ്രൂപ്പിൻ്റെ കൂടെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുങ്ങി വരാൻ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ എല്ലാ സ്ഥലവും കവർ ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. പാർലമെൻറ്റും ഇന്ത്യ ഗേറ്റും അതുപോലെ രാജ്ഭവനൊന്നും സന്ദർശിക്കാനുള്ള സമയം കിട്ടിയില്ല. കുത്തുബ് മിനാർ പോയിരുന്നു. കുത്തുബ് മിനാർ അതുപോലെ ഡൽഹി ജുമാ മസ്ജിദ്, ഇത് രണ്ടുമാണ് കാഴ്ചകൾ കാണാൻ കഴിഞ്ഞത്. വേറെ ഈ വഴിയോര കാഴ്ചകൾ തന്നെയാണ്. ഇന്ത്യ ഗേറ്റിൻ്റെ ആ ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ ഇന്ത്യ ഗേറ്റാണ് എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ടെങ്കിലും അവിടെയൊന്നും ഇറങ്ങിയിട്ട് കാഴ്ച കാണാനുള്ള ഒരു അവസരം ഉണ്ടായില്ല, സമയം ഉണ്ടായിരുന്നില്ല. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ ഭാഗങ്ങളാണ്. രാജ്ഭവൻ്റെയും അതുപോലെ പാർലമെൻറ്റൊക്കെ ഉള്ള ആ ഭാഗമാണിത്. വളരെ വിശാലമായി കിടക്കുന്ന ഭാഗങ്ങളാണ്. ഈ ഓട്ടോറിക്ഷകൾ കേരളം വിട്ടാൽ ഈ മഞ്ഞയും പച്ചയും കളറാണ് അധികമെന്ന് തോന്നുന്നു. മഞ്ഞ കളർ ഓട്ടോകൾ ഗുജറാത്തിലും തമിഴ്നാട്ടിൽ വരെ അങ്ങനെയാണല്ലോ. ഡൽഹിയിലും അതുപോലെ തന്നെയാണ് മഞ്ഞയും പച്ചയും കളർ ഓട്ടോറിക്ഷകളാണ്. ഡൽഹിയിൽ ഒരുപാട് മോണുമെൻറ്റുകളുണ്ട്. ഹുമയൂൺ ടോംബ് അതുപോലെയുള്ള, പിന്നെ ഒരുപാട് പല മസ്ജിദുകളുണ്ട്. പലതും ടൂറിസത്തിൻ്റെയും മറ്റും ഭാഗമായി അടച്ചിട്ടിരിക്കുന്നതൊക്കെയാണ്. നിസ്കാരങ്ങൾ നടക്കാത്ത പള്ളികൾ ഒരുപാടുണ്ടെന്നാണ് പറയപ്പെടുന്നത്.
200ഓളം പള്ളികൾ ഡൽഹിയിൽ പൂട്ടിക്കിടക്കുന്നുണ്ടെന്ന് വായിച്ചത് ഓർക്കുന്നുണ്ട്. ഇത് ഡൽഹിയിലെ കാഴ്ചയാണ്. ലോ ഫ്ലോർ ബസ്സുകൾ, AC ബസ്സുകളാണ്. കുറഞ്ഞ ചെലവിൽ ഡൽഹിയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കാൻ പറ്റും. അതുപോലെ മെട്രോ ഉണ്ട്. ഈ റോഡിൻ്റെ അടിയിൽ കൂടെ തന്നെയാണ് മെട്രോ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഡൽഹി നഗരം മികച്ച ഒരു നഗരം തന്നെയാണ്. പ്രത്യേകിച്ച് ന്യൂഡൽഹിയുടെ ഭാഗങ്ങൾ. ഓൾഡ് ഡൽഹിയുടെ ഭാഗങ്ങളിൽ ഇത്ര വികസനമൊന്നും കാണാൻ കഴിയില്ല. അവിടെ ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്ത രൂപത്തിൽ ഉള്ള നിർമ്മിതികളും കച്ചവട കേന്ദ്രങ്ങളൊക്കെയാണ് കാണാൻ കഴിയുക. ഇതുപോലെ പ്ലാനഡായിട്ട് ഒരു തെരുവീതികളൊന്നും ആ ഭാഗത്ത് ചിലപ്പോൾ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. എവിടെ നോക്കിയാലും മരങ്ങൾ അതിരിട്ട് നിൽക്കുന്ന തെരുവീതികളാണ്. ഇതൊരു മനോഹര കാഴ്ച തന്നെയാണ് ഡൽഹിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. ഇവിടെ അത്യാവശ്യമാണ്. കാരണം ഡൽഹിയിലെ ചൂട് എല്ലാവർക്കറിയാം. നമ്മുടെ രാജ്യത്തിൻ്റെ പതാക പാറിപ്പറക്കുന്ന തെരുവുകൾ, കൃത്യമായ ഒരു ട്രാഫിക് സിസ്റ്റം ഇവിടെ പാലിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഒരുപാട് ചേരികളും വൃത്തിഹീനമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വൃത്തിഹീനമായ തെരുവുകളും. ഡൽഹിയുടെ തൊട്ടടുത്ത് തന്നെ ഈ ഭരണസിരാ കേന്ദ്രത്തിൻ്റെ മൂക്കിന് താഴെ എന്ന് പറ്റുന്ന രൂപത്തിൽ ഒരുപാട് പാവപ്പെട്ട ചേരി പ്രദേശങ്ങൾ ഒരുപാടുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഭാഗത്തൊക്കെ നമ്മുടെ ദായികൾ, കേരളത്തിൽ നിന്ന് വന്ന ചെറുപ്പക്കാരായ ദായികൾ ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ ഡൽഹിയുടെ പല പ്രദേശങ്ങളിലും സേവനം ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ. നമ്മുടെ ഭരണ കേന്ദ്രം ഒരുപക്ഷെ ഇന്ത്യ സ്വതന്ത്രമായി ഇത്രയും കാലം കഴിഞ്ഞിട്ടും ദാരിദ്ര്യം മാറാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. പ്രൗഢമായ മുഗൾ ഭരണകാലഘട്ടത്തിന് ശേഷം ഇന്ത്യക്കൊരു ശക്തമായ ഭരണം ഇന്ത്യക്കാരുടേതായിട്ട് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അതായത് വികസനത്തിൻ്റെ കാര്യത്തിലും ഇതുപോലെയുള്ള മനോഹരമായ നിർമ്മിതികളുടെ കാര്യത്തിലൊക്കെ ഇന്ന് ഇന്ത്യ വളരെ പിന്നിലാണ്. നമുക്കൊരു നല്ല മനോഹരമായ, എല്ലാവർക്കും പ്രാധാന്യം ലഭിക്കുന്ന ഒരു ഭരണം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അജ്മീറിലും മറ്റുള്ള മഹാന്മാരുടെ അടുത്തൊക്കെ പോയി സിയാറത്ത് ചെയ്യുന്ന സമയത്ത് പ്രത്യേകമായി ഇത്തരം പ്രാർത്ഥനകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അങ്ങനെ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങാൻ പോവാണ്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങോട്ട് ചെറിയൊരു ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട്. ഡൽഹിയിൽ അത്രയും കാലം ചൂടായിരുന്നു. ഞങ്ങളവിടെ നിന്ന് തിരിച്ച സമയത്ത് ഞങ്ങൾ വന്ന് പിറ്റേ ദിവസം കേൾക്കുന്ന വാർത്ത, ഡൽഹി മഴയിൽ കുതിർന്ന് ഡൽഹി നഗരം മുഴുവൻ വെള്ളക്കെട്ടായ വാർത്തയാണ് പിറ്റേ ദിവസം കേട്ടത്. ഇന്ന് അതിൻ്റെ ചെറിയ സൂചകമായി ചാറ്റൽ മഴയുണ്ട്. അങ്ങനെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയപ്പോൾ രമേശ് ചെന്നിത്തല സാർ അവിടെ ട്രെയിൻ കയറാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു സെൽഫി എടുത്ത് പാലക്കാട് നിന്ന് തിരിച്ച് ഞങ്ങൾ വന്നു.